ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂളുള്ള സെക്കൻഡ് ടോപ്പിക്കാണ് ഫോർ KTU MCA. ഓൾറെഡി ഇതിൻ്റെ കുറച്ച് പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ഇത് നമ്മൾ ഒരു ഫയലിനെ ഒരു ഹോസ്റ്റിൽ നിന്ന് വേറൊരു ഹോസ്റ്റിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്നതാണ്. ഇത് ലോവർ ലെയറിലുള്ള TCP/IP ആ ഒരു പ്രോട്ടോക്കോളിൻ്റെ സർവീസസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. FTP is a standard protocol provided by TCP/IP for copying a file from one host to the another host. ഇപ്പോൾ നമ്മൾ രണ്ട് കമ്പ്യൂട്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ രണ്ട് കമ്പ്യൂട്ടേഴ്സിലും ഫയൽ നെയിംസ് ഒക്കെ സേവ് ചെയ്യുന്നത് അതിൻ്റെ നെയിം കൺവെൻഷൻസ് ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ രണ്ട് കമ്പ്യൂട്ടേഴ്സിലും ഡിഫറെൻറ്റ് ബേസിൽ നമുക്ക് അതിൽ ഫയലിലുള്ള ഡേറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് അതിലുള്ള ഡയറക്ടറീസ് ഇതെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഈ വരുന്ന ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എല്ലാം തന്നെ നമ്മളുടെ FTP സോൾവ് ചെയ്ത് തരും. ആൻഡ് FTP എന്ന് പറയുന്നത് FTPയിൽ നമ്മൾ രണ്ട് TCP കണക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പാരലൽ TCP കണക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് ടു ട്രാൻസ്ഫർ എ ഫയൽ. അതിൽ വരുന്ന ഫസ്റ്റ് കണക്ഷനാണ് കൺട്രോൾ കണക്ഷൻ ആൻഡ് സെക്കൻഡ് കണക്ഷൻ ഇസ് ഡേറ്റ കണക്ഷൻ. നമുക്കറിയാം നോർമലി FTPയിലെ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 21 ആണ്. ബട്ട് ആക്ച്വലി FTP രണ്ട് പോർട്ട് നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. 21 യൂസ് ചെയ്യും, 20 യൂസ് ചെയ്യും. ഡേറ്റ കണക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പറാണ് 20 ആൻഡ് കൺട്രോൾ കണക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പറാണ് 21. ഇതാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം. ഇതിൻ്റെ ഒരു ബേസിക് മോഡൽ, FTPൻ്റെ ബേസിക് മോഡലാണ് ഇത് ക്ലയൻറ്റ് സൈഡ്, ഇത് സെർവർ സൈഡ്. ക്ലയൻറ്റ് സൈഡിൽ നമുക്ക് 3 പാർട്സാണുള്ളത്: യൂസർ ഇൻ്റർഫേസ്, കൺട്രോൾ പ്രോസസ്സ് ആൻഡ് ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. ആൻഡ് സെർവർ സൈഡിൽ 2 പാർട്സാണുള്ളത്: കൺട്രോൾ പ്രോസസ്സ് ആൻഡ് ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. ക്ലയൻറ്റിലുള്ള കൺട്രോൾ പ്രോസസ്സും സെർവറിലുള്ള കൺട്രോൾ പ്രോസസ്സും കൺട്രോൾ കണക്ഷൻ വെച്ചിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ക്ലയൻറ്റിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സും സെർവറിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സും ഡേറ്റ കണക്ഷൻ വെച്ചിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ കൺട്രോൾ കണക്ഷൻ യൂസ് ചെയ്യുന്നത് കൺട്രോൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിറ്റ്വീൻ ദ 2 ഹോസ്റ്റ്, സച്ച് ആസ് യൂസർ ഐഡൻറ്റിഫിക്കേഷൻ, പാസ്വേഡ്, പിന്നെ വേറെ റിമോട്ട് ഡയറക്ടറി, അതിൻ്റെ കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ കണക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെൻഡിങ് കൺട്രോൾ ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 ഹോസ്റ്റ്. ഇനി അടുത്തുള്ളത് ഡേറ്റ കണക്ഷനിലാണ് നമ്മൾ ആക്ച്വൽ ഫയൽ സെൻഡ് ചെയ്യുന്നത്. ദ ഡേറ്റ കണക്ഷൻ ഈസ് യൂസ്ഡ് ടു ആക്ച്വലി സെൻഡ് ദ ഫയൽ. സോ നമ്മൾ FTPനെ നമ്മൾ ഔട്ട് ഓഫ് ബാൻഡ് എന്ന് പറയാം. ആൻഡ് HTTP എന്ന് പറയുന്നത് ഇൻ ബാൻഡ് ആണ്. FTP ഈസ് ഔട്ട് ഓഫ് ബാൻഡ് ആൻഡ് FTP ഈസ് സ്റ്റേറ്റ്ഫുൾ ആൻഡ് HTTP ഈസ് സ്റ്റേറ്റ്ലെസ്. സ്റ്റേറ്റ്ഫുൾ ആണെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഇൻട്രാക്ഷൻ്റെ ഇതൊക്കെ റിമെമ്പർ ചെയ്യണം. സ്റ്റേറ്റ്ലെസ് ആണെങ്കിൽ റിമെമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ HTTP സ്റ്റേറ്റ്ലെസ് ആണ്, FTP ഈസ് സ്റ്റേറ്റ്ഫുൾ. അപ്പോൾ ഒരു സെഷനിന് നമുക്ക് ഒരു സിംഗിൾ കൺട്രോൾ കണക്ഷൻ യൂസ് ചെയ്താൽ മതി. ബട്ട് ഡേറ്റ കണക്ഷൻസ് നമുക്ക് സെപ്പറേറ്റ് വേണം. ഇപ്പോൾ ഒരു കൺട്രോൾ കണക്ഷൻ യൂസ് ചെയ്തിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻറ്റയർ കമ്മ്യൂണിക്കേഷന് നമുക്ക് ആ ഒരു കൺട്രോൾ കണക്ഷൻ മാത്രം മതി. ബട്ട് ഡേറ്റ ഫയൽസൊക്കെ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഓരോ ഫയൽസിനും സെപ്പറേറ്റ് ഡേറ്റ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. For a session, a single control connection is used, but separate data connections are used for individual file transfer. ആൻഡ് ഇതിൽ കമാൻഡ്സും റിപ്ലൈസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കമാൻഡ്സ് കൊടുക്കുന്നത് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് റിപ്ലൈസ് നമുക്ക് കിട്ടുന്നത് ഫ്രം സെർവർ ടു ദ ക്ലയൻ്റ് ആണ്. ആൻഡ് റിപ്ലൈസ് എപ്പോഴും 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും, ഫോളോഡ് ബൈ എ ഡിസ്ക്രിപ്ഷൻ. ഇനി ഞാൻ പറഞ്ഞു കൺട്രോൾ കണക്ഷൻ ആൻഡ് ഡേറ്റ കണക്ഷൻ രണ്ടിനും 2 ഡിഫറെൻറ്റ് പോർട്ട്സ് ആണെന്ന്. കൺട്രോൾ കണക്ഷൻ യൂസ് ചെയ്യുന്ന പോർട്ടാണ് പോർട്ട് നമ്പർ 21. ഡേറ്റ കണക്ഷൻ യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പറാണ് പോർട്ട് നമ്പർ 20. ഇനി ഈ ക്ലയൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 3 കോമ്പോണൻസ് ആണുള്ളത്: യൂസർ ഇൻ്റർഫേസ്, ക്ലയൻറ്റ് കൺട്രോൾ പ്രോസസ്സ് ആൻഡ് ക്ലയൻറ്റ് ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. ആൻഡ് സെർവറിന് 2 കോമ്പോണൻസ് ആണുള്ളത്: ദ സെർവർ കൺട്രോൾ പ്രോസസ്സ് ആൻഡ് ദി സെർവർ ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. ഇതിൽ കൺട്രോൾ കണക്ഷൻ ഇസ് മെയ്ഡ് ബിറ്റ്വീൻ ദ കൺട്രോൾ പ്രോസസ്സസ്. 2 കൺട്രോൾ പ്രോസസ്സ് തമ്മിലാണ് നമ്മൾ കൺട്രോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഡേറ്റ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബിറ്റ്വീൻ 2 ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സസ് ആണ്. ആൻഡ് നമ്മൾ ഇതിൽ ഈ FTPയിൽ തന്നെ ഡേറ്റ കണക്ഷനും കൺട്രോൾ കണക്ഷനും ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇതിൽ മോർ എഫീഷ്യൻ്റ് ആണ്. FTP മോർ എഫീഷ്യൻ്റ് ആണ്. ഇതിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ കണക്ഷനിൽ നമുക്ക് സിമ്പിൾ റൂൾസ് ആണ് കമ്മ്യൂണിക്കേഷനുള്ളത്. ബട്ട് ഡേറ്റ കണക്ഷൻ എടുക്കുമ്പോൾ അതിലുള്ള റൂൾസൊക്കെ കുറച്ച് കോംപ്ലെക്സ് ആണ് ഡ്യൂ ടു ദ വെറൈറ്റി ഓഫ് ഡേറ്റ ടൈപ്സ് ട്രാൻസ്ഫേർഡ്.
ആൻഡ് ഈ കൺട്രോൾ കണക്ഷൻ എൻറ്റയർ ഇൻട്രാക്റ്റീവ് ഈ FTP സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് എൻഡ് ആവുന്നത് വരെ ഈ കൺട്രോൾ കണക്ഷൻ റിമൈൻസ് ഓപ്പൺ. ആൻഡ് ഡേറ്റ കണക്ഷന് ഓരോ ഡേറ്റ ട്രാൻസ്ഫർ ആക്ടിവിറ്റിക്കും ഓരോ ഫയൽ ട്രാൻസ്ഫർ ആക്ടിവിറ്റി നടക്കുമ്പോഴും ഓപ്പണായി ക്ലോസ് ആവും. ഇപ്പോൾ ഒരു കൺട്രോൾ കണക്ഷൻ നടക്കുമ്പോൾ കൺട്രോൾ കണക്ഷനിലാണ് നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. കൺട്രോൾ കണക്ഷൻ നടക്കുമ്പോൾ നമ്മൾ കമാൻഡ്സും റെസ്പോൺസസും വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമാൻഡ്സ് ക്ലയൻറ്റ് സെർവറിന് കൊടുക്കുന്നതാണ് ആൻഡ് സെർവർ ക്ലയൻറ്റിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതിൽ കമാൻഡ്സ് എല്ലാം നമുക്ക് ആസ്കി അപ്പർ കേസ് ഫോർമാറ്റിലായിരിക്കും. ഇതിൽ യൂസ് ചെയ്യുന്ന ബേസിക് കോമൺ കമാൻഡ്സ് ആണ്. ഫസ്റ്റ് വൺ യൂസർ, അതിൻ്റെ ബ്രാക്കറ്റിൽ അതിന് ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് യൂസർ ID പാസ് ചെയ്യാം. അതെന്ന് പറയുന്നത് യൂസർ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ്. സെക്കൻഡ് വൺ പാസ്, PASS, ഇതെല്ലാം ക്യാപിറ്റലാണ്. അപ്പോൾ പാസ് അതിൻ്റെ അകത്ത് യൂസറിൻ്റെ പാസ്വേഡ് കൊടുക്കുമ്പോൾ അത് പാസ്വേഡിനെയാണ് മീൻ ചെയ്യുന്നത്. പിന്നെ പോർട്ട്, PORT, പോർട്ട് എന്ന് പറഞ്ഞിട്ട് പോർട്ട് നമ്പർ കൊടുക്കുമ്പോൾ ക്ലയൻറ്റ് ഒരു പോർട്ട് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ QUIT, ക്വിറ്റ് എന്ന് കൊടുക്കുമ്പോൾ ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ലോഗൗട്ട് ചെയ്യും അല്ലെങ്കിൽ ക്വിറ്റ് ആവും. പിന്നെ RETR എന്ന് പറഞ്ഞിട്ട് സ്പേസ് ഫയൽ നെയിം കൊടുക്കുമ്പോൾ ആ ഫയലിനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. ഇറ്റ് റിട്രീവ്സ് ഫയൽസ് ആർ ട്രാൻസ്ഫർഡ് ഫ്രം സെർവർ ടു ദ ക്ലയൻറ്റ്. സെർവറിൽ നിന്ന് ക്ലയൻറ്റിലോട്ട് ഫയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RETR ആ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ RMD സ്പേസ് ഡയറക്ടറി നെയിം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഡയറക്ടറിനെ ഡിലീറ്റ് ചെയ്യും, റിമൂവ് ചെയ്യും. ആൻഡ് DELE സ്പേസ് ഫയൽ നെയിം അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യും. പിന്നെ ലിസ്റ്റ്, LIST ലിസ്റ്റ് ഡയറക്ടറി നെയിം ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ലിസ്റ്റിലുള്ള ഡയറക്ടറീസ്, സബ് ഡയറക്ടറീസ് അല്ലെങ്കിൽ അതിലുള്ള ഫയൽസൊക്കെ നമുക്ക് ലിസ്റ്റായി കിട്ടും. പിന്നെ MKD ഡയറക്ടറി നെയിം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പുതിയ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യും. ആൻഡ് STOR സ്പേസ് ഫയൽ നെയിം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഫയലിനെ സ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ ഫയലിനെ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഈ കമാൻഡ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് STRU. ഇതെന്ന് പറയുന്നത് ഡേറ്റ ഓർഗനൈസേഷനാണ് ഡിഫൈൻ ചെയ്യുന്നത്. FRP ഇതൊക്കെയാണ് നമുക്ക് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നത്. F ആണെങ്കിൽ ഫയല്, R ആണെങ്കിൽ റെക്കോർഡ്, P ആണെങ്കിൽ പേജ്. ഇത് ഒരു ഡേറ്റ ഒരു ഫയലിൻ്റെ സ്ട്രക്ചറാണ് ഡിഫൈൻ ചെയ്യുന്നത്. F ആണെങ്കിൽ ഫയലായിരിക്കും, R ആണെങ്കിൽ റെക്കോർഡായിരിക്കും ആൻഡ് P ആണെങ്കിൽ പേജസ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ടൈപ്പ്, TYPE. ഇത് ആക്ച്വലി ഫയലിൻ്റെ ടൈപ്പാണ് പറയുന്നത്. A ആണെങ്കിൽ ആസ്കി ആയിരിക്കും, E ആണെങ്കിൽ EBC, DIC ആൻഡ് I ആണെങ്കിൽ ഇമേജ് ആയിരിക്കും. ദെൻ മോഡുണ്ട്. മോഡിൽ ട്രാൻസ്മിഷൻ മോഡ് ഏതാണെന്ന് മെൻഷൻ ചെയ്യും. ഇതിൽ SBC ഇത് മൂന്ന് നമുക്ക് യൂസ് ചെയ്യാം. S ആണെങ്കിൽ സ്ട്രീമാണ്, B ആണെങ്കിൽ ബ്ലോക്ക് ആൻഡ് C ആണെങ്കിൽ കംപ്രസ്ഡ് മോഡ്. ആൻഡ് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന FTP കമാൻഡ്സ് ആണ്. കൺട്രോൾ കണക്ഷനിൽ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് ഇതെല്ലാം. ഇതിൽ ഓരോ കമാൻഡ്സിനും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു റെസ്പോൺസ് എങ്കിലും കിട്ടും. റെസ്പോൺസ് കിട്ടുന്നത് ഫ്രം ദ സെർവറാണ്. ആൻഡ് ഈ റെസ്പോൺസിൽ നമുക്ക് രണ്ട് പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ ഒരു 3 ഡിജിറ്റ് നമ്പർ കാണും ആൻഡ് സെക്കൻഡ് പാർട്ടിൽ ഒരു ടെക്സ്റ്റ് കാണും. ഈ 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 3 ഡിജിറ്റിലുള്ള ഫസ്റ്റ് ഡിജിറ്റ് നമ്പർ ഒരു സ്റ്റാറ്റസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ദ ഫസ്റ്റ് ഡിജിറ്റ് ഡിഫൈൻസ് ദ സ്റ്റാറ്റസ് ഓഫ് ദി കമാൻഡ് ആൻഡ് ഇതിലുള്ള സെക്കൻഡ് ഡിജിറ്റ് ഡിഫൈൻസ് ഏരിയ ഇൻ വിച്ച് ദ സ്റ്റാറ്റസ് അപ്ലൈസ് ആൻഡ് ദ തേർഡ് ഡിജിറ്റ് പ്രൊവൈഡ്സ് അഡീഷണൽ ഇൻഫർമേഷൻ. ഇതാണ് FTP റെസ്പോൺസിലുള്ള രണ്ട് പാർട്ട്. അപ്പോൾ ഇതിലുള്ള സം എക്സാമ്പിൾ ഓർ കോമൺ റെസ്പോൺസസ് ആണ്. 1 to 5 data connection open, 200 command OK, 230 user login OK, 331 username OK, password is needed, 425 cannot open data connection, 530 user not logged in. ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് റെസ്പോൺസസ് ആണ്. ഇതിലും കൂടുതൽ റെസ്പോൺസ് ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ ടോട്ടൽ 16 റെസ്പോൺസസ് ആണ് കൊടുത്തേക്കുന്നത്. അതിൽ 125 ഡേറ്റ കണക്ഷൻ ഓപ്പൺ, 150 ഫയൽ സ്റ്റാറ്റസ് ഓക്കെ, 200 കമാൻഡ് ഓക്കെ, 220 സർവീസ് റെഡി, 221 സർവീസ് ക്ലോസിംഗ്, 225 ഡേറ്റ കണക്ഷൻ ഓപ്പൺ, 226 ക്ലോസിംഗ് ഡേറ്റ കണക്ഷൻ, 230 യൂസർ ലോഗിൻ ഓക്കെ, 250 റിക്വസ്റ്റ് ഫയൽ ആക്ഷൻ ഓക്കെ, 331 username okay, password is needed, 425 cannot open data connection, 450 file action not taken, file not available, 452 action aborted, insufficient storage, 500 syntax error, unrecognized command, 501 syntax error in parameters or arguments, 530 user not logged in. ഇത്രയൊക്കെയാണ് നമ്മൾ FTPയിൽ യൂസ് ചെയ്യുന്ന റെസ്പോൺസസ്.
ഇതുവരെ നമ്മൾ നോക്കിയത് ഒരു കൺട്രോൾ കണക്ഷൻ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നാണ്. കൺട്രോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അത് നമുക്ക് കമാൻഡ്സ് ആൻഡ് റെസ്പോൺസസ് വെച്ചിട്ടാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇനി ഡേറ്റ കണക്ഷൻ ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഡേറ്റ കണക്ഷനിൽ ഒരു 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്ലയൻറ്റ് ഒരു പാസീവ് ഓപ്പൺ, ഒരു എഫിമറൽ പോർട്ട് യൂസ് ചെയ്തിട്ട് പാസീവായിട്ട് ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യും. ബിക്കോസ് ഇറ്റ് ഈസ് ദ ക്ലയൻറ്റ് ദാറ്റ് ഇഷ്യൂസ് ദ കമാൻഡ്സ് ഫോർ ട്രാൻസ്ഫറിങ് ഫയൽസ്. അപ്പോൾ ആദ്യം ക്ലയൻ്റ് ആണ് സെർവറിനെ കോൺടാക്ട് ചെയ്യുന്നത് യൂസിങ് ആൻ എഫിമറൽ പോർട്ട്. ആദ്യം ക്ലയൻറ്റ് ഒരു പാസീവ് ഓപ്പൺ ഇഷ്യൂ ചെയ്യും യൂസിങ് ആൻ എഫിമറൽ പോർട്ട്. ഇതിൽ പോർട്ട് ആക്ച്വലി 2 ടൈപ്പാണ് ഉള്ളത്. എഫിമറൽ പോർട്ടുണ്ട്, വെൽ നോൺ പോർട്ടും ഉണ്ട്. വെൽ നോൺ പോർട്ട് എന്ന് പറയുന്നത് റിസർവ്ഡ് പോർട്ടാണ്, അതിൻ്റെ ആ നമ്പേഴ്സൊക്കെ ഓൾറെഡി റിസർവ്ഡ് ആണ്. ഇനി എഫിമറൽ പോർട്ട് എന്ന് പറയുന്നത് അൺറിസർവ്ഡ് പോർട്ടാണ്. ആൻഡ് ഇത് ടെമ്പററി ഷോർട്ട് ലിവ്ഡ് പോർട്ട് നമ്പറാണ് എഫിമറൽ പോർട്ട്, അസൈൻഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് system to the client program when they establish network connection, and it is automatically released after the connection is closed. ഇപ്പോൾ എഫിമറൽ പോർട്ട് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പോർട്ട് നമ്പറാണ്. ആൻഡ് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ക്ലയൻറ്റ് പ്രോഗ്രാമിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എഫിമറൽ പോർട്ട് നമ്പർ നമുക്ക് അസൈൻ ചെയ്ത് കിട്ടും ക്ലയൻറ്റിന്. ആൻഡ് ഒരു കണക്ഷൻ ക്ലോസ് ചെയ്യുമ്പോൾ ഈ പോർട്ട് നമ്പറും ഓട്ടോമാറ്റിക്കലി റിലീസാവും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ലിനക്സ് OS ആണെങ്കിൽ ഈ എഫിമറൽ പോർട്ടിൻ്റെ റേഞ്ച് 32,768 to 60,999 വരെയാണ് ഉള്ളത്. 32,768 to 60,999 ഇതാണ് ലിനക്സ് OSൻ്റെ എഫിമറൽ പോർട്ടിൻ്റെ റേഞ്ച്. ഇനി വിൻഡോസ് OS ആണെങ്കിൽ ഈ എഫിമറലിൻ്റെ റേഞ്ചാണ് 49,152 to 65,535. ഇത് വിൻഡോസ് OSൻ്റെ എഫിമറൽ പോർട്ടിൻ്റെ റേഞ്ചാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് മാക് OS ആണെങ്കിൽ 49,152 to 65,535 ഇതാണ് മാക് OSൻ്റെ എഫിമറൽ പോർട്ടിൻ്റെ റേഞ്ച്. ഇനി വെൽ നോൺ പോർട്ട്സ് എന്ന് പറയുന്നത് റിസർവ്ഡ് പോർട്ട്സ് ആണ്. ആൻഡ് ഇത് നമ്മൾ IAN ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി ഇവർ റിസർവ് ചെയ്ത നമ്പേഴ്സാണ് ഇത്. ആൻഡ് ഇതിൻ്റെ റേഞ്ച് വെൽ നോൺ പോർട്ട് നമ്പറിൻ്റെ റേഞ്ചാണ് 0 to 1023 ഫോർ സിസ്റ്റം പ്രോസസ്സസ് ആൻഡ് സ്റ്റാൻഡേർഡ് നെറ്റ്വർക്ക് സർവീസസ്. സ്റ്റാൻഡേർഡ് നെറ്റ്വർക്ക് സർവീസസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ക്ലയൻറ്റ് ഒരു പാസീവ് ഓപ്പൺ ചെയ്യും, ഒരു പാസീവ് കണക്ഷൻ ഓപ്പൺ ചെയ്യും യൂസിങ് ആൻ എഫിമറൽ പോർട്ട്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ക്ലയൻറ്റ് ഇതിനുള്ള ഈ എഫിമറൽ പോർട്ട് നമ്പറിനെ സെർവറിന് അയക്കും യൂസിങ് പോർട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഈ എഫിമറൽ പോർട്ട് നമ്പറിനെ സെർവറിലോട്ട് അയക്കും. ആൻഡ് സെർവർ ഈ പോർട്ട് നമ്പർ റിസീവ് ചെയ്തിട്ട് ഒരു ആക്റ്റീവ് ഓപ്പൺ ഇഷ്യൂ ചെയ്യും യൂസിങ് വെൽ നോൺ പോർട്ട് 20 ആൻഡ് ദ റിസീവ്ഡ് എഫിമറൽ പോർട്ട് നമ്പർ. ഓക്കെ, ഈ 3 സ്റ്റെപ്സാണ് ഇതിൽ നടക്കുന്നത്. ആദ്യം ക്ലയൻറ്റ് ഒരു പാസീവ് ഓപ്പൺ ഇഷ്യൂ ചെയ്യും യൂസിങ് ആൻ എഫിമറൽ പോർട്ട്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ എഫിമറൽ പോർട്ട് നമ്പറിനെ സെർവറിലോട്ട് അയക്കും യൂസിങ് പോർട്ട് കമാൻഡ്. ആൻഡ് സെർവർ ഈ എഫിമറൽ പോർട്ട് നമ്പറിനെ റിസീവ് ചെയ്തിട്ട് ഒരു ആക്റ്റീവ് ഓപ്പൺ ഇഷ്യൂ ചെയ്യും യൂസിങ് വെൽ നോൺ പോർട്ട്. ഇതിൽ ഡേറ്റ കണക്ഷന് നമ്മൾ പോർട്ട് നമ്പർ 20 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോർട്ട് നമ്പർ 20യും ഈ എഫിമറൽ പോർട്ട് നമ്പർ വെച്ചിട്ട് ഒരു ആക്റ്റീവ് ഓപ്പൺ കൊടുക്കും. അപ്പോൾ ഈ 3 സ്റ്റെപ്സാണ് നടക്കുന്നത്. ആൻഡ് ഇതിൽ ഡേറ്റ ട്രാൻസ്ഫർ ആയി കിട്ടണമെങ്കിൽ ക്ലയൻറ്റ് ത്രീ തിങ്സാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അതിലുള്ള ഫസ്റ്റ് വൺ ആണ് ഫയൽ ടൈപ്പ്, സെക്കൻഡ് വൺ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് തേർഡ് വൺ ട്രാൻസ്മിഷൻ മോഡ്. ഇത് മൂന്നും ക്ലയൻറ്റ് സെർവറിന് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ ഇത് മൂന്നും ക്ലയൻറ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇതിൽ ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് ASCII ആയിരിക്കാം, EBCDIC ആയിരിക്കാം, അല്ലെങ്കിൽ ഇമേജ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഫയൽ ടൈപ്പ് ഏതാണ് എന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇനിയുള്ളതാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഒരു ഫയലിൻ്റെ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ ഫയൽ സ്ട്രക്ചർ ആവാം, റെക്കോർഡ് സ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ പേജ് സ്ട്രക്ചർ ആവാം. ഫയൽ സ്ട്രക്ചർ ആണെങ്കിൽ അതാണ് ഡീഫോൾട്ട് ഫോർമാറ്റ്. ആൻഡ് അതിൽ ഒരു സ്ട്രക്ചറും കാണത്തില്ല. ആൻഡ് അതിൽ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആയിരിക്കും. ഇനി റെക്കോർഡ് സ്ട്രക്ചർ ആണെങ്കിൽ ആ ഒരു ഫയല് റെക്കോർഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണും. ആൻഡ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വിത്ത് ടെക്സ്റ്റ് ഫയൽസ്. ഇതിന് നമുക്ക് ടെക്സ്റ്റ് ഫയൽസിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി തേർഡ് വൺ പേജ് സ്ട്രക്ചർ ആണെങ്കിൽ ഫയലെല്ലാം പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണും. ആൻഡ് ഓരോ പേജിനും പേജ് നമ്പർ കാണും, പേജ് ഹെഡറും കാണും. ആൻഡ് ഈ പേജസ് നമ്മൾ
റാൻഡംലി ആക്സസ് ചെയ്യാൻ പറ്റും, സീക്വൻഷ്യലിയോ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തുള്ളതാണ് ട്രാൻസ്മിഷൻ മോഡ്. ഇതിൽ നമുക്ക് 3 ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ മോഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ സ്ട്രീം മോഡ്, സെക്കൻഡ് വൺ ബ്ലോക്ക് മോഡ് ആൻഡ് തേർഡ് വൺ ഇസ് കംപ്രസ്ഡ് മോഡ്. സ്ട്രീം മോഡാണ് ഡീഫോൾട്ട് ആയിട്ടുള്ള മോഡ്. ഇതിൽ ഡേറ്റാസ് ആർ ഡെലിവേർഡ് ഫ്രം FTP ടു TCP ആസ് എ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ബൈറ്റ്സ്. സ്ട്രീം മോഡിൽ നമ്മൾ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബ്ലോക്ക് മോഡാണെങ്കിൽ ഡേറ്റാസിനെ നമ്മൾ ബ്ലോക്സ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കേസിൽ നമ്മൾ ബ്ലോക്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓരോ ബ്ലോക്കിലും ഒരു 3 ബൈറ്റ് ഹെഡർ കാണും. ആൻഡ് ഈ 3 ബൈറ്റ് ഹെഡറിൽ ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഡിസ്ക്രിപ്റ്റർ ആണ്. ആൻഡ് നെക്സ്റ്റ് ഉള്ള 2 ബൈറ്റ്സ് എന്ന് പറയുന്നത് ആ ബ്ലോക്കിൻ്റെ സൈസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ FTPയിൽ ഡേറ്റാസ് സെൻഡ് ചെയ്യുന്നതും ആൻഡ് കൺട്രോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. ഇത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം സെർവർ റെഡി എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് കൊടുക്കുന്നു. അപ്പോൾ യൂസർ കമാൻഡ് വെച്ചിട്ട് യൂസർ നെയിം കൊടുക്കുന്നു. അപ്പോൾ അതിന് സെർവർ റെസ്പോണ്ട് ചെയ്യുന്നു പാസ്വേഡ് ചോദിച്ചിട്ട്. അപ്പോൾ ക്ലയൻറ്റ് പാസ്വേഡ് കൊടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നു. പിന്നെ ഓക്കെ സക്സസ് എന്ന് പറഞ്ഞ് സെർവർ റെസ്പോണ്ട് ചെയ്യുന്നു. പിന്നെ യൂസർ ഒരു പോർട്ട് നമ്പർ, എഫിമറൽ പോർട്ട് നമ്പർ കൊടുക്കുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് അതിനുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നു. ദെൻ ഫയലിൻ്റെ ടൈപ്പ് കൊടുക്കുന്നു, ഫയലിൻ്റെ സ്ട്രക്ചർ, പിന്നെ ഇതൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. ലാസ്റ്റ് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇതിൽ ബ്ലൂ കളറിലുള്ളതാണ് ഫയൽ ട്രാൻസ്ഫർ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കണക്ഷൻ ക്ലോസ് ആവുക. ഈ പിക്ചർ നമ്മുടെ ബുക്കിലുണ്ട്. ഈ ഒരു PDF ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇനിയുള്ളതാണ് സെക്യൂരിറ്റി ഫോർ FTP. നമ്മൾ ഇതിൽ പാസ്വേഡ് എല്ലാം യൂസ് ചെയ്താലും ഈ പാസ്വേഡ് എല്ലാം പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അൺഎൻക്രിപ്റ്റഡ് ആണ്, എൻക്രിപ്റ്റഡ് അല്ല. വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ ബി ഇൻ്റർസെപ്റ്റഡ് ആൻഡ് യൂസ്ഡ് ബൈ ആൻ അറ്റാക്കർ. ഇത് അറ്റാക്കറിന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈ ഡേറ്റ ട്രാൻസ്ഫർ കണക്ഷനിൽ നമ്മൾ ഡേറ്റാസ് എല്ലാം പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് അയക്കുന്നത്. ഇത് ഇൻസെക്യൂർ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് FTP ആപ്ലിക്കേഷൻ ലെയറിനും TCP ലെയറിനും നടുക്ക് നമ്മൾ ഒരു ഇൻ്റർഫേസ് കൊണ്ടുവരുവാണ്, സെക്യൂർ സോക്കറ്റ് ലെയർ. ഇത് കൊണ്ടുവരുമ്പോൾ FTP കുറച്ചുകൂടെ സെക്യൂർഡ് ആവും. അങ്ങനെ സെക്യൂർഡ് ആക്കുന്ന FTPനെ നമ്മൾ SSL FTP എന്നാണ് പറയുന്നത്, സെക്യൂർ സോക്കറ്റ് ലെയർ FTP. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ഇമെയിൽ പിന്നെ ബാക്കിയുള്ള 3 ടൈപ്സ് നോക്കാം. താങ്ക് യു.